ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാടായല്ലേ എൻ്റെ മുഖം മാത്രം കാണിച്ചുകൊണ്ടൊരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണിക്കാമെന്നുള്ളത്. ഇവിടെ കൊടും തണുപ്പൊക്കെ കഴിഞ്ഞു, മെല്ലെ സ്പ്രിങ്ങിലേക്ക് കടന്നു. സ്പ്രിങ് വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. സ്പ്രിങ്ങൊക്കെ ഏകദേശം കഴിയാനായിട്ടോ. അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചുമ്മാ ജനലിൽ കൂടെ പുറത്ത് നോക്കിയപ്പോൾ ഈ വണ്ടി വീടിൻ്റെ മുന്നിൽ നിൽക്കണം കണ്ടത്. പിന്നെന്താന്നുള്ളത് കാര്യം മനസ്സിലായി. ആ ചേട്ടനെ കണ്ടില്ലേ, വീട്ടിൽ നിന്നുള്ള പാർസലായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ലക്സംബർഗിലേക്ക് പാർസൽ അയക്കുക, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് കൊറിയർ വഴിയാണ് അയച്ചത് എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. നാട്ടിലായിരുന്നപ്പോൾ ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന ഞാനായിരുന്നു. ഇവിടെ വന്നിട്ട് അതൊന്നുമില്ല. അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പാർസലൊക്കെ കിട്ടുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണത്, പൊട്ടിച്ച് തീരുന്നവരെ. ഈ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നൊന്നുമല്ല കേട്ടോ. ഈ കാണുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. അടുത്ത പ്രാവശ്യം കൊറിയർ അയക്കുമ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞ ജോലി കൃത്യമായിട്ട് എന്തായാലും അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ അവർക്കൊരു താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അങ്ങനെ നാട്ടിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതും പിന്നെ ഓൺലൈനിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത കാര്യങ്ങളും എല്ലാം കൂടെ ഒരു സിംഗിൾ പാക്കേജ് ആയിട്ട് ലക്സംബർഗിലേക്ക് എത്തും. എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കൗണ്ടറിൽ പോയിട്ട് ഇൻ്റർനാഷണൽ കൊറിയറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അവർ നമുക്കൊരു ഡിക്ലറേഷൻ ഫോം തരും. ആ ഡിക്ലറേഷൻ ഫോമിലാണ് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് അയക്കേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഒരു പ്രൈസ് വാല്യൂം കൂടെ എന്തായാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ചില സ്ഥലത്ത് പ്രിൻറ്റഡ് ഫോം വന്നിട്ട് നമ്മളെടുത്ത് ഫില്ല് ചെയ്യാനാണ് പറയുക. ചില സ്ഥലത്ത് നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ട് അവർ പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ കൗണ്ടറത്തെ പരിപാടിക്ക് ശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെ സാധനങ്ങളാണോ അയക്കുന്നത് അതൊക്കെ നമ്മൾ ആ സ്റ്റാഫിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം പാക്ക് ചെയ്യാൻ. കാരണം ഒരുപാട് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഉണ്ട്, അതൊന്നും ഒരു കാരണവശാലും അവരെന്തായാലും അയക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ ആ സ്റ്റാഫിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പാക്ക് ചെയ്യണം. അതിനുശേഷം ആ സ്റ്റാഫിൻ്റെ വക മൊത്തത്തിൽ ആ പാക്ക് ഒന്ന് സീൽ ചെയ്യും. അങ്ങനെ മൊത്തം സീൽ ചെയ്തതിൻ്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഡിക്ലറേഷൻ ഫോമും അതിൻ്റെ കൂടെ ID കാർഡിൻ്റെ കോപ്പിയും പിന്നെ അഡ്രസ്സും ആ സ്റ്റാഫ് തന്നെയായിരിക്കും നമ്മളെ പാക്കേജിൽ ഒട്ടിക്കുന്നുണ്ടാവുക. നാട്ടിലുള്ള ഒരുവിധം എല്ലാ കൊറിയർ സർവീസ് കമ്പനിയും ഇൻ്റർനാഷണൽ കൊറിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ ഇതൊക്കെ അയക്കാറ്. ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുമ്പോൾ മിനിമം 2 ആഴ്ചയ്ക്കുള്ളിലും മാക്സിമം പോയ 1 മാസത്തിനുള്ളിലും സാധനം നമുക്ക് ലക്സംബർഗിൽ കിട്ടാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസിലാണോ പോണത് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് നമുക്ക് തരും. ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ കൊറിയറിലൊക്കെ എന്തൊക്കെയാണ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് വരുന്നതെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തെയും പോലെ വെയിറ്റിനനുസരിച്ചാണ് കേട്ടോ കൊറിയറിൻ്റെ ചാർജസ് വരുന്നത്. എത്രയാണ് ചാർജ് വരുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇനി പോരാത്തതിന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. സംഭവം നല്ല സെക്യൂറായിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കൂടെ ഈ സെല്ലോ ടേപ്പൊക്കെ പൊട്ടിക്കാൻ നല്ല പണിയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. അങ്ങനെ എല്ലാ പരിപാടിക്കും ശേഷം ലാസ്റ്റുള്ള കാര്യമാണ് ഈ അഡ്രസ്സ് ഒട്ടിക്കലും അതിനുശേഷം ഈ ഡിക്ലറേഷനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ID കാർഡിൻ്റെ കോപ്പിയും ഒട്ടിക്കലും. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഡിക്ലറേഷനും ID കാർഡിൻ്റെ കോപ്പിയും. അതിനുശേഷം വെയിറ്റ് നോക്കുക, അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യാം. കാര്യം സിമ്പിൾ, അവിടുത്തെ കാര്യം കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഇവിടുത്തെ അൺബോക്സിങ്. ഞാൻ പറഞ്ഞില്ലേ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചുകൊണ്ട് തന്നെ നല്ല പണിയാണ് തുറക്കാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചില പാക്കേജ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും കാലം അതിൻ്റെ ഒരു വ്യക്തത വന്നിട്ടില്ല, എങ്ങനെയൊക്കെ അയക്കുമ്പോഴാണ് എന്തൊക്കെ അയക്കുമ്പോഴാണ് ഡ്യൂട്ടി കൊടുക്കേണ്ടതെന്ന്. ചില സമയത്ത് അവർ ഡ്യൂട്ടി വാങ്ങിക്കും, ചില സമയത്ത് അവർ ഡ്യൂട്ടി വാങ്ങിക്കില്ല. ഇനി അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാണ്ട് എനിക്കത് കാര്യമായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഒരു 11 യൂറോ ആണ് ഡ്യൂട്ടി കൊടുക്കാറ്. മാക്സിമം ഒരു 45 യൂറോ വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഫ്രണ്ട്സ് ആവട്ടെ ഒരു 100 യൂറോ വരെയൊക്കെ അവർ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം എന്ന് പറയണ പോലെയാണ്. വണ്ടി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈശ്വര ഇന്ന് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോറ് തുറക്കുന്നത്. ചില സമയത്ത് ഡ്യൂട്ടിയും കൊടുക്കേണ്ടി വരില്ല. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് വളരെ ചെറുതായിട്ടും സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഹോപ്പ് യു എൻജോയ്ഡ്. ബൈ ബൈ.